മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട തേജാലക്ഷ്മി എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞാറ്റ. ഇപ്പോഴിതാ കുഞ്ഞാറ്റയുടെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രങ്ങളും വീഡിയോയും എല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ഇതിന് കാരണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ ചെന്ന് സംസാരിച്ചത് മമ്മൂട്ടിയോടെയാണ്. മമ്മൂട്ടിയോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്നലെയായിരുന്നു അമ്മ താരസംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന മഴവിലഴകിൽ അമ്മ എന്ന ഷോ കൊച്ചിയിൽ വെച്ച് നടന്നത്. താരസമ്പന്നമായിരുന്നു ഈ ഷോ എന്ന് വേണം പറയാൻ. ഈ ഷോയുടെ പ്രാക്ടീസും മറ്റും കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ. ഇന്നലെയായിരുന്നു അങ്ങനെ ആ സുദിനം വന്നെത്തിയത്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാവരും തന്നെ പലരും ആ ഷോയിൽ ഉണ്ടായിരുന്നു. അവിടെയുള്ള മനോഹര നിമിഷങ്ങളൊക്കെ ചിലർ ഫോട്ടോയിലൂടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും അറിയിക്കുന്നുമുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് കുഞ്ഞാറ്റയും. മഴവിലഴകിൽ അമ്മ എന്ന ഷോയിൽ വന്നപ്പോഴുള്ള തൻ്റെ ഏറ്റവും വലിയ സുവർണാവസരമാണ് കിട്ടിയതെന്ന് കുഞ്ഞാറ്റ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ അവാർഡ് ഷോയാണ്. അങ്ങനെ ആദ്യമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ കാണാൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഞാൻ പങ്കെടുക്കാൻ എത്തുന്നതെന്ന് കുഞ്ഞാറ്റ പറയുന്നു. കുഞ്ഞാറ്റ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ആദ്യം ആശ്ചര്യം തോന്നി. എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു. ഇനി ഒരുപാട് അവാർഡ് വേദികൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ പറഞ്ഞു. ഈ ഫോട്ടോയ്ക്ക് ഒരു കഥ തന്നെ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത്. കുഞ്ഞാറ്റയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആരാധകർക്ക് അതറിയാൻ ആവേശമായി. താരപുത്രിയുടെ വാക്കുകൾ കേൾക്കാൻ പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരുന്നു. ഈ ഫോട്ടോയ്ക്ക് ഒരു കഥയുണ്ട് എന്ന ടൈറ്റിലാണ് കുഞ്ഞാറ്റയുടെ പോസ്റ്റിൽ തുടങ്ങുന്നത്. ഒരു അവാർഡ് ഷോയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിലായിരുന്നു ഞാൻ. മമ്മൂക്കയുടെ തൊട്ടടുത്താണ് ഞാൻ ഇരുന്നത് എന്നാണ് ഏറ്റവും ആവേശമുള്ളതും എന്നാൽ കുറച്ച് നെർവസ് ഉള്ളതുമായ കാര്യം. ആളുകൾ അദ്ദേഹത്തെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുത്തു പോകുന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് ചോദിച്ചാലോ ഒരു കൗതുകത്തിൽ നിൽക്കുകയുമായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്നാണ് തിരിഞ്ഞത് മമ്മൂക്ക എന്നോട് ചോദിച്ചു, നിനക്ക് ഫോട്ടോ വേണ്ടേ എന്ന്. രണ്ടാമതൊരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഞാൻ പറഞ്ഞു തീർച്ചയായും എന്ന്. ആ സുവർണാവസരത്തിലേക്ക് ഞാൻ എടുത്തു ചാടുകയായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒന്ന് റെഡിയാകാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ശരിയെന്ന് കുഞ്ഞാറ്റ പറയുന്നു. ഞാൻ കുറച്ച് ഫണ്ണിയായി തോന്നിയേക്കാം, എന്നാലും ഈ ഫോട്ടോ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ട്. ഞാനൊന്നും ഒരുങ്ങിയിട്ട് പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ നേരാവണ്ണം ഞാൻ ക്യാമറയിൽ നോക്കുന്നില്ല. മമ്മൂക്ക സുന്ദരനായിരിക്കുന്നു. എങ്ങനെ ഇരുന്നാലും മമ്മൂക്ക സുന്ദരൻ തന്നെയല്ലേ. ഞാനൊന്നും ഒരുങ്ങ പോലും ചെയ്തിട്ടില്ല. കരിവരയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ലിപ്സ്റ്റിക് ഇടാനുള്ള സമയം പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. ഞാൻ കുറച്ച് ഫണ്ണിയായി തോന്നി ഈ ചിത്രങ്ങളിൽ കാണപ്പെട്ടേക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അത് ഒരു ആരാധികയുടെ വളരെ ചെറുതിലെ മുതൽ ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാകാം എന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ പോസ്റ്റ് പങ്കുവച്ച് എത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.